എപ്പോഴും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന, എല്ലാ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും. അതായത് ജീവിതം തൃപ്തികരമായിട്ട് പോകുന്നില്ലെങ്കിൽ എല്ലാ നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം. ഒരു സംതൃപ്തിയില്ലായ്മ ജീവിതത്തില്ല. ചിലപ്പോൾ പല നിരക്കും ഇല്ലാതിരിക്കും. എന്തോ ഒരു സംതൃപ്തിയില്ല. ജോലി ചെയ്യുന്നിടത്ത് സംതൃപ്തിയില്ല, വീട്ടിൽ ചെന്ന സംതൃപ്തിയില്ല. അവർക്ക് മനസ്സ് തുറന്ന് നമ്മളോട് സംസാരിക്കാൻ കഴിയുന്നില്ല, നമുക്ക് അങ്ങോട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നില്ല. ദിനരാത്രി അങ്ങനെ തള്ളി നീങ്ങുന്നുണ്ട്, കാര്യത്തിന് അങ്ങനെ പോയി നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എങ്കിൽ എന്താ ചെയ്യേണ്ടത്? 5 വക്ത് നിസ്കാരം കഴിഞ്ഞ് 5 വക്തിലെ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഒരു ഫാത്തിഹ ഓതുക, ഒരു ആയത്തുൽ കുർസി. അനവധി മഹാന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സ്വാമി അടക്കമുള്ള മഹാന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ചിന്തിക്കുക. ജീവിതം തൃപ്തികരമല്ലാത്ത ദിനരാത്രങ്ങളാണ്, പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഉദ്ദേശങ്ങളൊന്നും നടക്കുന്നില്ല, കാര്യങ്ങളൊന്നും നിവർത്തിച്ചു കിട്ടുന്നില്ല. ദുഃഖകരമായൊരവസ്ഥയാണ്. എന്താ പരിഹാരം? എവിടെയെങ്കിലും ഒരു കെട്ട്, ജീവിതത്തിലൊക്കെ ഒരു കെട്ട്, ഒരു തടസ്സം, എവിടെയൊക്കെ ഒരു പ്രയാസം, പുറത്തിറങ്ങിയ തടസ്സം, എല്ലാ കാര്യത്തിലും തടസ്സം. ഈ തടസ്സത്തിന് പരിഹാരമായി 5 വക്തിലെ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നെഞ്ചിൽ കൈവച്ചെന്ന് പറഞ്ഞതുപോലെ, നെഞ്ചിൽ കൈവെക്കാന്നല്ല അവസ്ഥ, അതായത് നെഞ്ചറിഞ്ഞ്, മനസ്സറിഞ്ഞ്, ഹൃദയമറിഞ്ഞ് പറയാം ഒരു ഫാത്തിഹ ഓതുക. ഫർള് നിസ്കാരം കഴിഞ്ഞ് അതിന്റെ ഔറാദുകൾ, അമലുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സാധാരണ ചെല്ലേണ്ട ഔറാദുകൾ, അമലുകൾ ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് ഒക്കെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം പിന്നെ നീ അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഫാത്തിഹ ഓതുക. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായും ജമാഅത്തിൽ പങ്കെടുത്തതിന്റെ ദുആയിൽ പങ്കെടുക്കുക. എണീച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുക. എന്ത് ചെയ്യുക? എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒരു ഫാത്തിഹ, ഒരു ആയത്തുൽ കുർസി. എന്നിട്ട് 1-2 ആയത്തുകൾ ഓതുക. പ്രശ്നങ്ങൾ നിത്യമായി ചെയ്ത് പരിഹരിക്കും. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. 5 വക്ത് കഴിഞ്ഞാൽ ഓടുക. എന്നിട്ട് അവൻ എൻ്റെ പ്രശ്നമുള്ളതാണെന്ന് പറയാം. എന്നിട്ട് എണീറ്റ് പോയാൽ മതി. നിത്യം മറക്കരുത്. ഇതൊക്കെ നിത്യജീവിതത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. അതിനൊക്കെ 2 മിനിറ്റ് വേണ്ട തന്നെ പറയാം. ഒരു ഫാത്തിഹ ഓതുക. ഔറാദ് അമലുകളൊക്കെ 5 വക്തിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഓതുക, ഒരു ആയത്തുൽ കുർസി ഓതുക. എന്നിട്ട് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഇത് നിത്യജീവിതത്തിൽ അങ്ങോട്ട് 5 വക്തിനോട് പുലർത്തിയാൽ ജീവിതം തൃപ്തമാകും, സന്തോഷകരമാകും, പ്രശ്നങ്ങൾ പരിഹരിക്കും, കടങ്ങൾ വീടും, ബുദ്ധിമുട്ട് പരിഹരിക്കും. എല്ലാം 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 ഒരു മൂടിക്കെട്ടിയ മനസ്സുകൾ നമ്മുടെ മുന്നിൽ തുറന്നു തരും. എല്ലാവരും തുറക്കും. പിന്നെ പുഞ്ചിരി കൊണ്ട് എല്ലാവരും നമ്മളെ അഭിമുഖീകരിക്കും. നമ്മുടെ അയൽക്കാർ നമ്മോട് എല്ലാവരും സന്തോഷത്തിൽ പെരുമാറും. വല്ലാത്തൊരു സായുജ്യമുള്ള ഒരു ജീവിതമായി മാറും. എവിടെയും സന്തോഷം ഉണ്ടാവും. എന്താ അർത്ഥം ചിന്തിക്കണം.
ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. ഒരു ഫാത്തിഹ ഓതാ, ഒരു ആയത്തുൽ കുർസി ഓതാ. അല്ലാഹു ഏകനാണ് എന്നത് അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. മാത്രമല്ല അവൻ അറിയുന്ന, അവനെ കണ്ടറിയുന്നവനുമായ മലക്കുകളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലാഹു ഏകനാണ്, രണ്ടാളില്ല. ഏതൊരു അഭയപ്രാർത്ഥനയുടെ മർമ്മം തൗഹീദാണ്, അല്ലെങ്കിൽ ഏറ്റവും ഏത് പ്രാർത്ഥനയുടെ മർമ്മം തൗഹീദാണ്. ഇതാണ് അടിസ്ഥാനം. ജ്ഞാനികളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലാഹു ഒരാൾ മാത്രമാണ്, ഏകനാണെന്നത് അല്ലാഹുവും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ നീതി നിർവഹിക്കുന്നവനായി നിലകൊള്ളുന്നു. അവന്റെ കാര്യമായ പണി എന്താ? അവൻ നീതി നടപ്പിലാക്കുന്നു. ഖായിമം ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അവനല്ലാതെ ഇലാഹില്ല. അവൻ ഏറെ പ്രതാപിയാണ്, ഏറെ യുക്തിമാനുമാണ്. അവൻ ഏറെ യുക്തിമാനാണ്, അവൻ ഏറെ പ്രതാപിയാണ്. അൽ അസീസ് ഏറെ പ്രതാപിയാണ്, അൽ ഹകീം ഏറെ തന്ത്രജ്ഞനാണ്, ഏറെ യുക്തിമാനുമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിങ്കിൽ സ്വീകാര്യയോഗ്യമായ ഒരേ ഒരു പ്രത്യയശാസ്ത്രം ഇസ്ലാം മാത്രമാണ്. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ കാതൽ ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ചെല്ലേണ്ടത് എന്താണ്? ബഹുമാനപ്പെട്ട ആല ഇമ്രാനിലെ 26-27 വചനങ്ങളാണ് അടുത്ത ഈ കൂട്ടത്തിൽ ചേർത്ത്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. നബിയെ തങ്ങൾ പറയുക, അല്ലാഹുമ്മ അല്ലാഹുവേ, അല്ലെങ്കിൽ ഓ അനുവാചക നീ പറയുക, ഖുലില്ലാഹുമ്മ അല്ലാഹുവേ മാലിക്കൽ മുൽക്കി, ഏത് രാജാധികാരത്തിന്റെയും ഉടമക്കാരനെ, തുഅ്തിൽ മുൽക മൻ തശാ നീ ഇച്ഛിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു, വതൻസിഉൽ മുൽക മിമ്മൻ തശാ നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീക്കം ചെയ്യുകയും ചെയ്യുന്നു, വതുഇസ്സു മൻ തശാ നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപിയാക്കുന്നു, വതുദില്ലു മൻ തശാ നീ ഉദ്ദേശിക്കുന്നവരെ നീ അധമരുമാക്കുന്നു. ബിയദിക്കൽ ഖൈർ എല്ലാ നേട്ടവും നിന്റെ ഹസ്തത്തിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ നീ എന്തിനും യോഗ്യനാണ്, കഴിവുള്ളവനുമാണ്. തൂലിജുൽ ലൈല ബിന്നഹാരി നീ പകലിനെ രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു. വതൂലിജുൻ നഹാറ തൂലിജുൽ ലൈല ബിന്നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈലി നീ രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു. വതുഖ്രിജുൽ മയ്യിത മിൻ വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി ജീവിയെ നീ നിർജീവത്തിൽ നിന്ന് പുറത്തെടുക്കുന്നു. വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ ജീവിയിൽ നിന്ന് നീ നിർജീവസ്ഥയെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എല്ലാം നീയാണ്, എല്ലാം നീയാണ്. തുഖ്രിജുൽ ലൈല ബിന്നഹാരി വതുഖ്രിജുൻ നഹാറ ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ് വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ് നീ ഇച്ഛിക്കുന്നവർക്ക് നീ അളവില്ലാതെ കൊടുക്കുന്നവനല്ലോ, നീ ഇച്ഛിക്കുന്നവർക്ക് നീ അളവില്ലാതെ നൽകുന്നവനല്ലോ. എന്നിട്ട് അവനെന്റെ കാര്യം കൊണ്ട് പറഞ്ഞാൽ മതി. 2 വാക്കുകൊണ്ട് ആ വിഷയം പറഞ്ഞാൽ മതി, പ്രശ്നം പരിഹരിക്കും. ഇത് അവന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ്. 5 വക്ത് എല്ലാ പ്രശ്നം പരിഹരിക്കും. ഹൃദയം തുറന്നു ചൊല്ലണം. ഹൃദയത്തിൽ തൊട്ട് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്നു ചൊല്ലണം, മനസ്സറിഞ്ഞ് ചെയ്യണം. 5 വക്ത് ഇതിലേക്ക് വേണമെന്ന് വിചാരിക്കണം, പ്രശ്നങ്ങൾ പരിഹരിക്കും. 5 വക്തിലും അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അത് കുറഞ്ഞ നേരം മതിയാവും. പ്രശ്നങ്ങൾ എത്ര വലുതല്ലേ. അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. അല്ലാഹു നമുക്ക്